ബാർക്കോഴ ആരോപണം അതികഠിനമായിട്ടും മന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി അള്ളിപ്പിടിച്ചു നിന്ന മാണി സാറിനെ താഴെയിറക്കിയ വിധിയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷയുടേത്. വിധിക്ക് പിന്നാലെ വിധികർത്താവിനെ വളഞ്ഞിട്ടടിച്ചവർക്ക് ഇപ്പോൾ മറു ഡോസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാണി സാർ വീണതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുലുങ്ങിച്ചിരിക്കുന്ന കുഞ്ഞുഞ്ഞിന് ഇത് വല്ലാത്ത കിട്ടലായിപ്പോയി. അല്ല, ആളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിക്കുമ്പോൾ ഓർക്കണം, എതിർഭാഗത്തും കരുത്തർ കളത്തിലിറങ്ങുമെന്ന്. കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഒരു ജഡ്ജിയെ പേഴ്സണലായിട്ട് ക്രിട്ടിസൈസ് ചെയ്താൽ ജഡ്ജ്മെന്റ് എഴുതും. ജഡ്ജ്മെന്റ് എഴുതണമെന്ന് പറഞ്ഞാൽ വി ആർ ടേക്കിംഗ് ആൻ ഓത്ത്. അതായത് ഇത് കണ്ണ് കാണാതെ നിയമത്തിൽ അത് നോക്കിയിട്ട് ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ ഒന്നുമില്ല, ആരെയും നോക്കണ്ട, ആരുടെയും സ്നേഹം സമ്പാദിക്കാനോ ഒന്നുമല്ല. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ വിൽ. അതാണ്. അതുകൊണ്ട് ഞാനൊരു ജഡ്ജ്മെന്റ് ഒരു കേസ് എൻ്റെ അടുത്ത് മുമ്പ് വരുന്ന ഒരു കേസുകൾ ഒരൊറ്റ കേസും ഇനി എനിക്ക് അറിയാവുന്ന ഒരാളാന്നിരിക്കട്ടെ, ഞാനത് അവോയ്ഡ് ചെയ്തില്ല ഒരിക്കലും. എനിക്ക് ഇയാളെ പരിചയമുണ്ട്, അതുകൊണ്ട് അവോയ്ഡ് എന്ന് പറയുന്ന ഒരു പണി എനിക്കില്ല. രാമൻ നായർ, എന്ത് പറ്റി? മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ, എന്തെണ്ണ തേക്കുന്നേ? ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും. പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ, ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. ഞാൻ വിചാരിക്കുന്നു ഞാൻ എടുക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് എഗൻസ്റ്റ് ആണ്. വിത്തൗട്ട് അഫെക്ഷൻ ഓർ ഇവിൽ അത് ഞാൻ ചെയ്യണം. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇവിൽ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ജഡ്ജാണ്. അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്തല്ല. നിയമവിരുദ്ധമാണ് ഒരു കേസ് ഒരു ജഡ്ജി അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ അത് ആ വിശ്വാസക്കാരനാണ്. ഞാൻ ചെയ്യും, എനിക്ക് പേടിയൊന്നുമില്ല ആ കാര്യത്തിൽ. ഏത് വാച്ചാ കൈ കെട്ടിരിക്കുന്നേ? അതും നോക്കാതെ പറയാൻ കഴിയില്ലല്ലേ, ഓർമ്മശക്തി തീരെ കുറവാണല്ലോ. പേഴ്സണൽ അറ്റാക്ക് വരുമ്പോൾ ഡേവിഡ് പാനിക്കും ജസ്റ്റിസ് വി ആർ കൃഷ്ണനും പറഞ്ഞതുപോലെ ഐ ആം ആൾസോ എ ഹ്യൂമൻ ബീയിങ്, ഇഫ് യു പ്രിക്ക് മീ ഐ വിൽ ബ്ലീഡ്. അത് വരും. പക്ഷെ അത് പറയാനായില്ല. ഒരു ജഡ്ജിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എവിടെ പറയും മറുപടി? അതിന് മറുപടി അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നിയമത്തിന്റെ അജ്ഞത മൂലം ഒരുപാട് ക്രിട്ടിസിസംസ് വരുമ്പോൾ അതിന് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ബട്ട് ഡിഗ്നിഫൈഡ് അപ്രോച്ച് ഓഫ് ദ ജുഡീഷ്യറി, ജഡ്ജസ് കൈയും കെട്ടി ഇരിക്കാനേ പാടുള്ളൂ. ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത് അയാളുടെ ഐഡിയ എന്ന് പറയുന്നത് അയാളുടെ ജഡ്ജ്മെന്റ് ആണ്. The judge should speak through his judgment and not otherwise. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. ഒന്നും കാണാതെ ചെയ്തിരിക്കുന്ന ആളാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ. അത് മുമ്പോട്ടും പുറകോട്ടും പോയിട്ടില്ല. ഏത് ജഡ്ജ്മെന്റ്? ഇന്ദിരാഗാന്ധിയുടെ കേസിൽ, ശ്രീമതി ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ കേസിൽ ഒക്കെ ഉള്ള ജഡ്ജ്മെന്റ്സ് ഒക്കെ വായിക്കണം. ഓരോ ജഡ്ജ്മെന്റ്സും ഓരോ പ്രബന്ധങ്ങളാണ്. ഓരോ ജഡ്ജ്മെന്റ്സും അദ്ദേഹത്തിന്റെ ആ വാക്ധോരണിക്ക് മുമ്പിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഒരു ജഡ്ജിനെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്റ്റാൻഡേർഡിൽ, ആ കാലിബർ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അതാണ് ജഡ്ജ്മെന്റിലൂടെ കാണുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ ലീഗസിയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ജഡ്ജസിന്റെ ആ കുലത്തിൽ ഒന്ന് കടന്നു പറ്റാൻ പറ്റിയ ആ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് സ്മരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല, തന്നത് തീരെ കുറഞ്ഞും പോയി. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വന്നു. പക്ഷേ ആപത് ബാന്ധവനായി പവിത്ര എന്ന ചിട്ടിക്കമ്പനി ഉടമ 50,000 രൂപ തന്ന് നിങ്ങളെ സഹായിച്ചു. എന്താ നേരെ? ശരിയല്ലേ? ഒരു ജഡ്ജ്മെന്റ് എഴുതിയിട്ട് അതിനെ പിന്താക്കാനോ അല്ലെങ്കിൽ അത് ഇന്നതുകൊണ്ട് എഴുതി എന്ന് പറയാനോ പാടില്ല, ഒരിക്കലും പാടില്ല. പറയുമ്പോൾ അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടോ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. ആ റെസ്ട്രെയിന്റ്, ജുഡീഷ്യൽ റെസ്ട്രെയിന്റ്, കൈ കെട്ടിയിട്ട് ഒരുത്തിനെ കെട്ടിയിട്ട് അടിക്കുന്നതിന് തുല്യമാണ് ഒരു ജഡ്ജിനെ പേഴ്സണൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ. ഞാനിതൊന്നും പറയല്ല, മറ്റൊന്നും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതുമല്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കുറിമാറിയതില്ലേ, വാഴെന്നും പസിയാറിയതില്ലേ, മുടിവെന്നും പിൻവാങ്ങിയ
ഞാൻ പോവേണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. തൃപ്തിയായല്ലോ. ഇനി ഈ കേട്ടതിനെല്ലാം മറുപടി പറയാനാണ് ഒരുക്കം കൂട്ടുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ജഡ്ജിമാർ എല്ലായ്പ്പോഴും കോടതിയിലായിരിക്കില്ല, പുറത്തിറങ്ങും. ഇനി സരിതാ സമയമാണ്. ഇടവേള കഴിയട്ടെ. ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളൊക്കെ പിതൃതുല്യർ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമ്മളാരാ മോൻ?